നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. അച്ഛനുറങ്ങാത്ത വീടായിരുന്നു മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് പൂവഞ്ചേരി തെക്കേ വീട്. മകൾ കൃഷ്ണപ്രിയയുടെ മരണത്തിന് ശേഷം ആ അച്ഛൻ ഉറങ്ങിയിട്ടേയില്ല. മകളുടെ മരണത്തിന് കാരണക്കാരനായ ചാരങ്കാവ് കുന്നുമ്മേൽ മുഹമ്മദ് കോയെ വെടിവെച്ച് കൊല്ലുന്നിടം വരെയും. 13 വയസ്സായിരുന്നു കൃഷ്ണപ്രിയയ്ക്ക് എന്ന പ്രായം. കൊല്ലപ്പരീക്ഷയുടെ ചൂടേറിയ ഫെബ്രുവരി മാസം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയ സ്കൂൾ വിട്ട് മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. അമ്മ ശാന്തകുമാരിയുടെയും അച്ഛൻ ശങ്കരനാരായണന്റെയും മനസ്സ് വിങ്ങിത്തുടങ്ങി. 2 ആൺമക്കൾക്ക് ശേഷം പിറന്ന ആ പെൺകുടിയെ തേടി അവർ അലഞ്ഞു. സ്കൂളിലേക്ക് അമ്മയ്ക്ക് ഉമ്മയും നൽകി ഇറങ്ങിയ ആ മകളെ അവർ കണ്ടത് ആളൊഴിഞ്ഞ സ്ഥലത്ത് പിച്ച് ചീന്തിയ നിലയിൽ. അവളുടെ ആഭരണങ്ങൾ കവരാനെത്തിയ മുഹമ്മദ് കോയ മോഷണത്തിന് ശേഷം ആ മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. തങ്ങളുടെ അയൽവാസിയായ മുഹമ്മദ് കോയ അങ്ങനെ അവളെ കൊലപ്പെടുത്തുമെന്ന് വിശ്വസിക്കാൻ ശങ്കരനാരായണനായില്ല. കിണറ്റിൽ നിന്ന് അവൾ വെള്ളം കോരിക്കൊടുത്ത ഇക്ക അവളെ ഇല്ലായ്മ ചെയ്തെന്ന സത്യം അവരെ വല്ലാതെ അലട്ടി. പിന്നീട് പോലീസ് കേസെടുത്തു. മുഹമ്മദ് കോയാണ് അത് ചെയ്തതെന്ന് അയാൾ തന്നെ സമ്മതിച്ചു. കോടതി 2001 ഇയാൾക്ക് ശിക്ഷയും വിധിച്ചു. ക്ഷീരകർഷകനായ ശങ്കരനാരായണൻ അല്ലറിയിക്കാതെ വളർത്തിയ പഠിക്കാൻ മിടുക്കിയായ കൃഷ്ണപ്രിയയെ കൊന്നുകളഞ്ഞ മുഹമ്മദ് കോയ എന്ന 24കാരൻ 2002 പരോളിനിറങ്ങി. തൻ്റെ മകളെ ഇല്ലായ്മ ചെയ്തവൻ തൻ്റെ മുന്നിൽ കൂടെ നെഞ്ചും വിരിച്ച് നടന്നത് ശങ്കരനാരായണന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ആ അച്ഛൻ ഒരു കൈത്തോക്ക് സംഘടിപ്പിച്ചു. സമയവും സന്ദർഭവും ഒത്തുവന്നപ്പോൾ ആ തോക്കെടുത്ത് ശങ്കരനാരായണൻ മുഹമ്മദ് കോയെ വെടിവെച്ചു. മകളെ കൊലപ്പെടുത്തിയ അമർഷം മുഴുവൻ ശങ്കരനാരായണൻ അന്നുണ്ടായിരുന്നു. കുറ്റബോധത്തിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ ആ തോക്കുമായി അയാൾ പോലീസിൽ കീഴടങ്ങി. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്ന് പറഞ്ഞ് മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പക്ഷേ നിയമത്തിന് മുന്നിലെ ആ വലിയ തെറ്റ് മേൽക്കോടതിക്ക് മുന്നിൽ തെളിയിക്കാനായില്ല. 2006 മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ കോടതി ശങ്കരനാരായണനെ വെറുതെ വിട്ടു. കൃഷ്ണപ്രിയയ്ക്ക് ശേഷം വീണ്ടും നിരവധി പെൺകുട്ടികൾ ലൈംഗികാതിക്രമണത്തിനിരയായി. നിർഭയയിലും സൗമ്യയിലും ജിഷയിലും അത് അവസാനിച്ചില്ല. അവൾക്ക് ശേഷം പിന്നീടും നിരവധി പെൺകുട്ടികൾ മുഖമില്ലാത്ത സ്ഥലപ്പേരുകൾ മാത്രമായി ഒതുങ്ങി. നീതിന്യായ സംവിധാനത്തിൽ അടിയന്തരമായി ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് രാജ്യമെമ്പാടും മുറവിളി കൊണ്ടു. അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായ ഓരോ പെൺകുട്ടികളുടെയും വാർത്ത പുറത്തു വരുമ്പോഴെല്ലാം ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന പേരാണ് ശങ്കരനാരായണൻ. മകളെ കൊന്നവനെ തിരിച്ചു കൊന്ന യഥാർത്ഥ നായകൻ. എന്നാൽ ഇനിയും കത്തിത്തീരാത്ത നിസ്സംഗതയുടെ രൂപമായിരുന്നു ശരിക്കും അദ്ദേഹം. മകൾക്ക് വേണ്ടി പൊരുതി ജയിലിൽ പോയ ആ അച്ഛൻ ഇനിയില്ല. മകൾക്ക് ലഭിക്കേണ്ട നീതി സ്വയം നടപ്പിലാക്കിയവനെന്ന് ലോകം മുഴുവൻ ശങ്കരനാരായണനെ വാഴ്ത്തിപ്പാടി. പക്ഷേ ഏറ്റവും നിസ്സംഗമായ പിതൃജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. യഥാർത്ഥ അച്ഛന് യഥാർത്ഥ പോരാളിക്ക് വിട. ന്യൂസ് ഡെസ്ക് IBN മലയാളം.